ഇന്ന് ഞാനൊരു അൽഫാം ചിക്കൻ മന്തിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. അതെന്താണെന്ന് ഞാൻ വഴിയേ പറയാം. ആദ്യം തന്നെ ചിക്കനിലേക്ക് വേണ്ട മസാല നമുക്ക് തയ്യാറാക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, ഒരു സവാള, ഒരു തക്കാളി, അല്പം മല്ലിയില, പിന്നെ മാഗി ക്യൂബ്സ്, അല്പം നാരങ്ങാ നീര്, ഇവയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇനി കഴുകി വെച്ച ചിക്കനിലോട്ട് ഈ പേസ്റ്റ് ചേർത്ത് അല്പം അൽഫാം മന്തി മസാലയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് പുരട്ടി നമുക്ക് ഒരു മിനിമം 1 മണിക്കൂർ വെക്കണം. മാക്സിമം നമ്മൾ എത്ര മണിക്കൂർ വെക്കുന്നോ അത്രയും ചിക്കനിലേക്ക് ഈ മസാലയൊക്കെ പിടിച്ച് നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് വരും. ഞാനത് എയർ ഫ്രയറിലാണ് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. ഇനി ഞാനൊരു ട്വിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ല, അതെന്താണെന്ന് പറയാം. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ അൽഫാം മന്തി പരീക്ഷണം നടത്തുന്നത്. അങ്ങനെ ഇനി നമുക്ക് ചോറിൻ്റെ പരിപാടി നോക്കാം. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ അകത്തേക്ക് പട്ട, ഗ്രാമ്പു, നല്ല ജീരകം, കുനുകുന അരിഞ്ഞ വെളുത്തുള്ളി, അതേപോലെ സവാള, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അത് വഴറ്റി വന്നതിന് ശേഷം കുനുകുന അരിഞ്ഞ ക്യാപ്സിക്കവും വട്ടത്തിൽ കട്ട് ചെയ്ത ക്യാരറ്റും ഇട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എനിക്കിങ്ങനെ പുതിയ റെസിപ്പീസൊക്കെ പരീക്ഷിച്ച് നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നെപ്പോലെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി ഞാൻ ഇതിൻ്റെ അകത്തൊരു 3 മാഗി ക്യൂബ്സും 2 പച്ചമുളകും നമ്മളെ ഉണക്ക നാരങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ നമ്മൾ നേരത്തെ ചിക്കൻ മാരിനേഷന് വേണ്ടി തയ്യാറാക്കിയ ആ മസാല ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണമായിരുന്നു. അത് ഞാനിവിടെ ചെയ്യുന്നത് വെള്ളം ചേർത്തതിന് ശേഷം, കുഴപ്പമില്ല, നമുക്ക് അതൊന്ന് വഴറ്റിയെടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി, അതിൻ്റെ ഒരു പച്ച മണം മാറ്റാൻ വേണ്ടിയിട്ട്. ഈ ഒരു മസാലയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഉപ്പിടേണ്ട ആവശ്യമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തും ഉപ്പിട്ടിട്ടുണ്ട്, അതേപോലെ തന്നെ മാഗി ക്യൂബ്സിലും ഉപ്പുണ്ട്. അപ്പം അത് നോക്കിയിട്ട് മാത്രമേ ഉപ്പ് ചേർക്കാൻ പാടുള്ളൂ. ഇനി വെള്ളം നല്ലോണം തിളച്ച് വന്നതിന് ശേഷം നമ്മൾ കഴുകി മാറ്റി വെച്ച ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം, ആ ഒരു രീതിയിലാണ് എടുക്കേണ്ടത്. മന്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് ഞാൻ കുറേ കാലങ്ങളായിട്ട് വിചാരിക്കുന്നത്. പക്ഷേ എന്ത് ചെയ്യണം, നമ്മളെ നാട്ടിലെ പോലെ ഒന്നും ഇവിടെ ഒന്നും കിട്ടൂലല്ലോ. അതുകൊണ്ട് ഇപ്രാവശ്യം വരുമ്പോൾ ഞാൻ മറക്കാതെ ആദ്യം തന്നെ പോയി മേടിച്ച സാധനമാണ് മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത്. അങ്ങനെ ഒരു സൈഡിൽ ചോറ് വേവാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. ഓൾറെഡി ഇത് വെന്തതാണ്. അപ്പോൾ നേരത്തെ മസാല വഴറ്റിയെടുത്ത പാനിൻ്റെ അകത്ത് തന്നെ ഇത് വെച്ചിട്ടൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഒരു ടേസ്റ്റ് ചിക്കന് കിട്ടും. അപ്പോഴത്തേക്ക് നമ്മളെ ചോറൊക്കെ വെന്ത് നല്ല സെറ്റായിട്ടുണ്ട്. ഇനി ചിക്കനൊക്കെ ഞാൻ ചോറിൻ്റെ അകത്തേക്ക് മാറ്റി ഇനി 2-3 മുളകും കൂടെ കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാണെന്ന് എനിക്കറിയില്ല, എല്ലാവരും ചെയ്യുന്നത് കണ്ടിട്ട് ഞാനും ചെയ്തതാണ്. ആരെങ്കിലും വല്ല കുറ്റവും പറഞ്ഞിട്ട് കണ്ണിൽ വരച്ച് കൊടുക്കാനായിരിക്കും. ഇനി ഞാനായിട്ട് അതിനൊരു കുറവ് വരുത്തണ്ടല്ലോ. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഇതിനൊരു സ്മോക്ക് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചാർക്കോൾ കത്തിച്ചിട്ട് ഒരു ചെറിയ പാത്രത്തിലാക്കി വെച്ചിട്ട് നല്ലോണം പുകയ്ക്കുന്നുണ്ട്. ഒരു 2-3 മിനിറ്റ് സമയം വെച്ച് കൊടുത്ത്. അപ്പോൾ ഇതാ നമ്മളെ അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈല് അൽഫാം ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നത് ചോറൊന്നും ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ല അടിപൊളി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യ പരീക്ഷണമാണെന്ന് ആരും പറയത്തില്ല, അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ.